രാജ്യാതിർത്തി കാക്കാൻ സൈന്യത്തിന്റെ പുതിയ സുരക്ഷാ മതിൽ ഒരുങ്ങുന്നു. ആഗോള അന്തരീക്ഷത്തിൽ ഉയർന്നുവരുന്ന സംഘർഷ സാഹചര്യങ്ങൾ മുൻനിർത്തി പുത്തൻ സാങ്കേതിക വിദ്യ കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും ആൾബലം കൊണ്ടും കുതിച്ചുയരുകയാണ് രാജ്യം. ഗുജറാത്തിൽ നടത്തിയ സമഗ്ര സന്ദർശനത്തിലൂടെ ഇന്ത്യൻ സൈന്യത്തിന്റെ സദേൺ കമാൻഡ് പ്രവർത്തന തയ്യാറെടുപ്പും ജനകേന്ദ്രീകൃത സമീപനവും കൂടുതൽ ശക്തിപ്പെടുത്തി. സദേൺ കമാൻഡിലെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സന്ദർശനം നടന്നത്. തന്ത്രപ്രധാനമായ ഭൂപ്രകൃതിയും സുരക്ഷാ പ്രാധാന്യവുമുള്ള മേഖലകളിൽ സൈനിക സജ്ജത ഉറപ്പാക്കുന്നതിനൊപ്പം ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മാതൃകകളും സൈന്യം ഈ സന്ദർശനത്തിലൂടെ മുന്നോട്ട് വെച്ചതായി മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. സന്ദർശന വേളയിൽ ക്രീക്ക്, കച്ച് മേഖലകൾക്ക് പ്രത്യേകം പ്രാധാന്യം നൽകിയാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് പ്രവർത്തന അവലോകനം നടത്തിയത്. സങ്കീർണമായ ഭൂമിശാസ്ത്ര ഘടനയും നിരന്തര ജാഗ്രത ആവശ്യമായ സുരക്ഷാ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇവ. അതിനാൽ തന്നെ അതിർത്തി മേഖലകളിലെ സൈനിക വിന്യാസം, നിരീക്ഷണ സംവിധാനങ്ങൾ, പ്രതികരണശേഷി, ലോജിസ്റ്റിക്സ്, പിന്തുണ തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം വിശദമായ വിലയിരുത്തൽ നടത്തി. ദേശീയ സുരക്ഷയെ ബാധിക്കാവുന്ന സാഹചര്യങ്ങൾക്കിടയിൽ അതിർത്തി മേഖലകളിലെ പ്രതിരോധ സജ്ജത വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും സന്ദർശനം അടിവരയിട്ടു. സന്ദർശനത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പ്രവർത്തന സാഹചര്യങ്ങൾ സൈന്യത്തിന്റെ സജ്ജത പരിശോധിക്കുന്നതിനായി സംഘടിപ്പിച്ച വലിയ തോതിലുള്ള ഗുജറാത്ത് പ്രതിരോധ അഭ്യാസത്തിന് ലഫ്റ്റനന്റ് ജനറൽ സേത്ത് മേൽനോട്ടം വഹിച്ചു. വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം, വേഗത്തിലുള്ള തീരുമാനമെടുക്കൽ, സമ്മർദ്ദകരമായ സാഹചര്യങ്ങളിൽ ദ്രുത പ്രതികരണ ശേഷി തുടങ്ങിയ ഘടകങ്ങൾ അഭ്യാസത്തിലൂടെ പരീക്ഷിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒരേ സമയം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന സൈനിക വിന്യാസത്തിന്റെ കാര്യക്ഷമതയും സമയബന്ധിതമായി പ്രതികരിക്കാനുള്ള ശേഷിയും ഈ ഡ്രിൽ വഴി തെളിയിക്കപ്പെട്ടു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ പ്രതിരോധ അഭ്യാസം ഗുജറാത്തിലെ വിവിധ പ്രവർത്തന മേഖലകളിൽ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സദേൺ കമാൻഡിനുള്ള കഴിവ് വീണ്ടും ഉറപ്പിച്ചുവെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. അതിർത്തി മേഖലകളിലെ വെല്ലുവിളികൾ നേരിടുന്നതിന് മാത്രമല്ല, അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനും വിവിധ സേനാ വിഭാഗങ്ങൾക്കിടയിലെ സംയുക്ത പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇത്തരം അഭ്യാസങ്ങൾ നിർണായകമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രവർത്തന അവലോകനത്തിനൊപ്പം സൈന്യത്തിന്റെ സാമൂഹിക ഉത്തരവാദിത്ത പ്രവർത്തനങ്ങളും സന്ദർശനത്തിൽ പ്രധാന സ്ഥാനമെടുത്തു. ഭുജ് മിലിറ്ററി സ്റ്റേഷനിൽ സംഘടിപ്പിച്ച മെഗാ സർജിക്കൽ ഐ ക്യാമ്പ് ഔട്ട്റീച്ച് പ്രോഗ്രാം ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് ഉദ്ഘാടനം ചെയ്തു. ന്യൂഡൽഹിയിലെ ആർമി ഹോസ്പിറ്റലിൽ നിന്നുള്ള വിദഗ്ധ നേത്രരോഗ സംഘങ്ങളുടെ പിന്തുണയോടെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സൈനിക സേവനത്തിന്റെ പരിധി അതിക്രമിച്ച് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് സഹായകമാകുന്ന പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ മുന്നോട്ട് വെച്ചത്. സൈന്യം രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, ജനങ്ങളുടെ ക്ഷേമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും സൈന്യം പങ്കുവഹിക്കുന്നുവെന്ന സന്ദേശം ഈ പരിപാടി ശക്തമായി ഉയർത്തിക്കാട്ടിയതായി നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. പൊതുജനാരോഗ്യ രംഗത്ത് ഇത്തരം വലിയ ഇടപെടലുകൾ പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുവെന്നതാണ് സൈനിക വൃത്തങ്ങളുടെ വിലയിരുത്തൽ. ആകെ കൂടി നോക്കുമ്പോൾ ഗുജറാത്തിൽ നടത്തിയ ഈ സന്ദർശനം ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തന സജ്ജത ഉറപ്പാക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ദൗത്യമായാണ് മാറിയത്. അതിർത്തി മേഖലകളിലെ സുരക്ഷാ അവലോകനവും പ്രതിരോധ അഭ്യാസവും വഴി സൈനിക ശേഷി ഉറപ്പിച്ചപ്പോൾ മെഡിക്കൽ ക്യാമ്പും വീർ കുടുംബങ്ങളുമായുള്ള ഇടപെടലുകളും വഴി സൈന്യം രാജ്യത്തിന്റെ സാമൂഹിക ഉത്തരവാദിത്തവും മാനവിക മുഖവും തെളിയിച്ചു. ഇന്ത്യയുടെ സുരക്ഷയും വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൈന്യത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ സന്ദർശനം സമഗ്രമായി മുന്നോട്ട് വെച്ചതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.